ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. സിർമിയോണെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. സിർമിയോണയിലെ അടുത്താണ് നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഒരു കാസിലുണ്ട്. അപ്പോൾ ആ കാസിൽ പിന്നെ കുറച്ച് ആർക്കിയോളജിക്കൽ സൈറ്റ്, ഇതിൻ്റെയൊക്കെ എക്സാക്റ്റ് ആയിട്ടുള്ള പേര് എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്യാം. പോകുന്ന വഴിക്കുള്ള പാട്ട്, ഈ വൃത്തികെട്ട പാട്ട് കാരണം ഞങ്ങൾ വെറുപ്പിക്കാൻ തുടങ്ങിയത് ഇന്നലെ രാത്രി മുതലാണ്. അപ്പം ഞങ്ങൾ ഇന്നും ഇത് തുടരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രിപ്പിനകത്തുനിന്ന് നമ്മളിപ്പം 5 പേരായിട്ട് വന്ന് നമ്മൾ 4 പേരായിട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ഏതായാലും. അപ്പോൾ ഒരു സെൽഫ് കോളിലൂടെ ഇന്നത്തെ ദിവസം ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിയേക്കാം. വരണേ 90s കിഡ്സ് അല്ലെങ്കിൽ 90s തള്ളമാരുടെ വ്ളോഗിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് റിയാലിറ്റി എല്ലാം പുറത്തു വന്നോണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ സിർമിയോണി സിറ്റിയിലേക്ക് എത്തി. പാർക്കിംഗ് കിട്ടാതെ ഇതിപ്പോ 4ാമത്തെ തവണയാണ് ഞങ്ങൾ സിറ്റി വലക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ലേക്ക് ഗാർഡയുടെ സൈഡിലാണ്. ഈ ലേക്കിന്റെ വ്യൂ ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ കുറേ നേരം പാർക്കിങ്ങിന് വേണ്ടി അന്വേഷിച്ച് നടന്നു. അത് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ പാർക്കിംഗ് ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി അല്ലെ പാർക്കിങ്ങിനൊക്കെ സ്ഥലം കിട്ടുള്ളൂ. ഞങ്ങൾക്ക് പക്ഷെ ഒരു ലക്കിന് ഒരാൾക്കാർ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് കറക്റ്റ് എത്തിയതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് കിട്ടി. ഈ ലേക്കിന്റെ വ്യൂ എന്തോരം പാർക്കിങ്ങിന് വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടാൽ പോലും ഭയങ്കര ഒരു രക്ഷയില്ല. സെയിലിംഗ് ബോട്ടുകളുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഉള്ള ഈ കളറ് ഈ വീഡിയോയിൽ നോക്കുമ്പോൾ ലേക്ക് ഗാർഡനിൽ കാണാനില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ സൂര്യപ്രകാശം എല്ലാം അടിച്ചിട്ട് ഈ ടോക്കോയ്സ് ബ്ലൂ കളറിൽ ഈ ലേക്ക് ഗാർഡൻ കിടക്കുന്ന കാണാൻ ഭയങ്കര രസമായിരുന്നു. കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ട് പാർക്കിങ്ങിനടുത്തുള്ള ലേക്ക് ഗാർഡയുടെ വ്യൂ ഒക്കെ കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഞങ്ങൾ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിരുന്ന സ്ഥലത്ത് കറക്റ്റ് ഒരാൾ ഇറങ്ങിപ്പോയപ്പോഴാണ് ഞങ്ങൾക്ക് പാർക്കിങ്ങിൽ വണ്ടി കയറ്റിയിടാൻ പറ്റിയത്. പക്ഷെ അവരുടെ പാർക്കിംഗ് ടിക്കറ്റ് 2 മണിക്കൂറൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നിട്ടാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. ആസ് യൂഷ്വൽ ഞങ്ങൾ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഇറ്റാലിയൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തപ്പിയാണ്. സമ്മർ ആയതോടെ റോഡിന്റെ സൈഡിലൂടെയെല്ലാം പല വിധത്തിലുള്ള പൂച്ചെടികൾ നട്ടുവെച്ചിട്ടുണ്ട്. നല്ല കടുക് കളറിൽ പല നിറത്തിലൊക്കെയുള്ള റോസച്ചെടികൾ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നുണ്ടെങ്കിലും സിറ്റിയിലേക്ക് എത്തിയപ്പം ഏതാണ്ട് ലഞ്ച് കഴിക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജർമ്മൻസിനേക്കാളും കുറച്ചുകൂടെ ലേറ്റായിട്ട് ലഞ്ച് കഴിക്കുന്നവരാണ് ഇറ്റാലിയൻസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം 12 മണിയായിട്ടും റെസ്റ്റോറൻറ്റുകളൊന്നും നിറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ജർമ്മനിയിൽ 12 മണിയാകുമ്പോൾ കറക്റ്റ് ഞങ്ങളുടെ കൊളീഗ്സൊക്കെ ഫുഡ് കഴിക്കാൻ ഇറങ്ങാറുണ്ട്. ഇറ്റാലിയനിൽ ലാഗോ ഡി ഗാർഡ എന്നറിയപ്പെടുന്ന ലേക്ക് ഗാർഡ ഇറ്റലിയിലെ ഏറ്റവും വലിയ ലേക്കാണ്. നോർത്തേൺ ഇറ്റലിയിലെ ഒരു പ്രമുഖ ഹോളിഡേ സ്പോട്ടാണ് ലേക്ക് ഗാർഡ. ബ്രഷ, മിലാൻ തുടങ്ങിയ പ്രമുഖ നഗരങ്ങൾ ഈ ലേക്കിൻ്റെ വെസ്റ്റിലായിട്ടും ഫെറോണ, വെനീസ് ഒക്കെ ഇതിൻ്റെ ഈസ്റ്റിലായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ റെസ്റ്റോറൻറ്റ് തേടിയുള്ള ഞങ്ങളുടെ യാത്ര ലക്ഷ്യം കണ്ടെത്തിയിരിക്കുകയാണ്. എന്നാൽ വേണമെങ്കിൽ സിറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചാലോ എന്ന് ഞങ്ങൾ ആദ്യം ഒന്ന് ആലോചിച്ചായിരുന്നു. പക്ഷേ ഈ തടാകത്തിൻ്റെ തീരത്തൂടെ നടന്നു കഴിഞ്ഞപ്പം ഈ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെയുള്ള ഗ്രില്ലിൻ്റെയൊക്കെ സ്മെല്ല് ഞങ്ങളെ അങ്ങ് ഹഠാത് ആകർഷിച്ചു. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കയറിയപ്പോൾ ഏകദേശം 1:30 ആയിട്ടുണ്ടാവും. നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്ത്. ഞാനും ജോസുമാണ് എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് നിന്നത്. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഫുഡ് വേണ്ടെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞു തന്നത്. പക്ഷെ മെനു കാർഡ് വന്നു കഴിഞ്ഞപ്പം അവർ ഓർഡർ ചെയ്യുന്ന ആവേശം ഞങ്ങളെക്കാൾ കടത്തി വെട്ടുന്ന രീതിയിലായിരുന്നു. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് അപ്പറ്റൈസറായിട്ട് ഫ്രഷായിട്ട് ബേക്ക് ചെയ്ത ബ്രെഡോ ഒക്കെ തരാറുണ്ട്. അപ്പോൾ ഇവിടെ ഇറ്റലിയിൽ ഞാൻ കൂടുതലും ബ്രെഡ് സ്റ്റിക്കുകളും കൂടി ഇതിൻ്റെ കൂടെ തരുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഫ്രഷായിട്ട് ബേക്ക് ചെയ്തേക്കുന്ന ബ്രെഡിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഒലിവ് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇത്തിരി ബാൽസമിക് വിനേഗറും ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ കൂലങ്കർഷമായ ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ലസാനയും ബാക്കി എല്ലാവരും സീബാസ്, ഗ്രില്ല് ചെയ്ത സീബാസുമാണ് ഓർഡർ ചെയ്തത്. സീബാസ് ഒരു ഫിഷിൻ്റെ പേരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഡ്രിങ്കുകളൊക്കെ എത്തി.
ഞാനും അഖിലും കോക്ടെയിലും ബാക്കിയുള്ളൊരു ലെമണാഡേ ആണ് എടുത്തതെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. പിന്നെ കൂടെ ഞങ്ങളുടെ പോമസും. അത് വിട്ട് ഞങ്ങൾക്ക് ഒരു കളിയില്ല. പക്ഷേ 2 പ്ലേറ്റ് പോമസും വാങ്ങിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ പോമസും 1 ലോഡ് മയണൈസും കൂടെ കൂട്ടി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. ഫുഡെല്ലാം അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സീബാസ് നല്ലതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പണ്ട് ഞങ്ങൾ ക്രൊയേഷ്യയിൽ പോയപ്പോൾ സീബാസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷെ അത്രയ്ക്ക് ഫ്രഷായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ചോയ്സ് തന്നെയായിരുന്നു, ലസാന്യ. വളരെ സേഫസ്റ്റ് ഓപ്ഷനായിരുന്നു അത്. സാധാരണയായിട്ട് ഗ്രിൽഡ് ഫിഷിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾസും ഒക്കെ ഗ്രില്ല് ചെയ്തിട്ടുണ്ടാവാറുള്ളതാണ്. പക്ഷേ ഇന്ന് അതൊന്നും സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് സമാധാനം ഉണ്ടായിരിക്കുമെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇനി അടുത്ത എന്ത് കഴിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ആലോചന. ഞങ്ങളിപ്പം റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ അടുത്തൊരു പാർക്കിംഗ് കണ്ടിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ദൂരെയാണ് നമ്മൾ വണ്ടി കൊണ്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് സ്ലോട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുക നമ്മൾ വണ്ടി വരുമ്പോഴത്തേക്ക് ഇടാനായിട്ട്. ഇവിടെ ഭയങ്കര പാർക്കിങ്ങിന് വലിയ പ്രശ്നമാണ്. അപ്പോൾ അവർ പോയി വണ്ടി എടുത്തിട്ട് വരും. ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു കാസിലുണ്ട്, സിർമിയോണിൽ തന്നെ കാസിൽ, പിന്നെ വേറൊരു ആർക്കിയോളജിക്കൽ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പോയി കാണണം. അപ്പം അതിൻ്റെ കൂടെ തന്നെ അവിടെ അടുത്തൊരു ബീച്ചും ഉണ്ട്. അപ്പം നമ്മൾ ഇത്രയും ദൂരം നമ്മൾ തിരിച്ച് വന്നിട്ട് വീണ്ടും ബീച്ചിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ബാഗൊക്കെ എടുത്തിട്ട് ബീച്ചിൽ ഇറങ്ങാൻ പറ്റുന്ന കാലാവസ്ഥയാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാം എന്നൊക്കെയാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിർമിയോണയിലെ സ്കാലിഗറോ കാസലിൻ്റെ മുൻപിലാണ്. ഇത് സ്കാലിഗർ എറയിൽ പണി കഴിപ്പിച്ച ഒരു ഫോർട്ടാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് പോകേണ്ടത്. ലേക്ക് ഗാർഡയുടെ സദേൺ മോസ്റ്റ് പാർട്ടിലായിട്ടാണ് ഈ സിർമിയോണ എന്ന് പറയുന്ന സിറ്റി വരുന്നത്. 14-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് വെച്ചാണ് ഈ കാസിൽ നിർമ്മിക്കപ്പെട്ടത്. ഡെല്ല സ്കാല ഫാമിലി അഥവാ സ്കാലിഗേരി എന്നറിയപ്പെടുന്ന വെറോണയും വെനീഷ്യൻ ഏരിയയും ഒക്കെ ഭരിച്ചിരുന്ന ഒരു ഫാമിലിയാണ് ഈ കാസിൽ നിർമ്മിക്കാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തത്. സമ്മർ ആയതോടെ ടൂറിസ്റ്റിൻ്റെ ഒരു നിര തന്നെ ഉണ്ട് ഇവിടെ. ഇറ്റലിയിലെ മിക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും ഈ ഒരു സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ഞങ്ങൾ ശരിക്കും ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിറ്റി മുഴുവൻ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. വളരെ ഇടുങ്ങിയ പാതകളും പാതകളുടെ ഓരത്തൂടെ ചെറിയ ചെറിയ കോഫി ഷോപ്പുകൾ, വൈൻ ഷോപ്പുകൾ, ചെറിയ റെസ്റ്റോറൻറ്റുകൾ, ഐസ്ക്രീം കഫറ്റീരിയകൾ എല്ലാം കൊണ്ടും ഭയങ്കര രസമുണ്ട്. ഇതൊരു വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ചെറിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് സിർമിയോണെ. ഒരു 1 ഡേ നമുക്ക് ഷുവറായിട്ട് ഇവിടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. കുറുക്കൻ്റെ കണ്ണ് ഏത് സമയം കോഴിക്കൂട്ടിലാണെന്ന് പറഞ്ഞ പോലെ ഐസ്ക്രീം ഷോപ്പ് എത്തിയപ്പം ഞങ്ങൾക്കൊരു സൈഡ് വരി ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ആവേശത്തോടെ 2 സ്കൂപ്പ് ഇത് ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തത് വാനില മഡഗാസ്കറും ചീസ് കേക്ക് ഫ്ലേവറും ആയിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ പൊന്നോ, വന്നു കഴിഞ്ഞപ്പോഴല്ലേ വന്നതൊരു 1.5 സ്കൂപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സിറ്റി സെൻറ്ററിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ ഈ ലേക്ക് ഗാർഡയുടെ തീരത്തോടെ ഒരു പ്രോമനാഡയുണ്ട്. തടാകത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വൈകുന്നേരത്തെ നല്ല ഇളം വെയിലൊക്കെ കൊണ്ട് വെയിൽ കാഞ്ഞു കിടക്കുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ തടാകത്തിൻ്റെ തീരത്തോടെ ഉണ്ടായിരുന്നു. ഈ കഴിപ്പും നടപ്പും കൂടെ ഒരു നടയ്ക്ക് പോവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഇരുന്നങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അത് വാങ്ങിക്കാൻ നേരം ഉണ്ടായിരുന്ന ആവേശം ആർക്കും അത് തീർക്കാനുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പിൽ മൊത്തത്തിൽ ഐസ്ക്രീമിനെ വെറുത്തു പോകുന്ന ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുള്ള നിപ്പാണ് എല്ലാവരുടെയും കാണുന്നത്. നിങ്ങളെല്ലാവരുടെയും ആ മ്ലാനത എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഐസ്ക്രീം ഒക്കെ കാണുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ജോസ് ബേബി എന്ന് പറഞ്ഞ സുഹൃത്തിന് ഒരു വല്ലാത്തൊരു ഓവർ ആക്റ്റീവ് ടമ്മിയുള്ള ഒരു അസുഖം എന്ന് പറഞ്ഞ അസുഖമുള്ള ഒരു കുട്ടിയാണ്. അതായത് അതല്ലല്ലോ നിന്റെ അസുഖത്തിന്റെ പേര്?
പറഞ്ഞിട്ട്. ഞാൻ വലിയ കാര്യത്തിന് പോയി 2 സ്കൂപ്പ് ഓർഡർ ചെയ്തതിനുള്ള കൊട്ടാണ് ഇപ്പം എനിക്ക് കിട്ടിയത്. നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് ഈ ലേക്കിലേത്. അതുകൊണ്ട് നമുക്ക് അതിനുള്ളിലൂടെയുള്ള പോകുന്ന മീനുകളെയൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സർഫസ് വിൻഡ് കാരണം കടലിൽ തിരമാലകൾ അടിക്കുന്നത് പോലെ ഈ തടാകത്തിലും ചെറിയ ചെറിയ ഓളങ്ങൾ ഇങ്ങനെ കരയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കും. ഒരു ഫാമിലി പിക്നിക്കിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഇവിടെ. ഇവിടെ നിറയെ പാർക്കുകളൊക്കെ ഉണ്ട്. അപ്പം മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുകയും അങ്ങനെ തൊട്ടടുത്ത് പാർക്കുകളിലൊക്കെ പോയി കുട്ടികൾക്ക് കളിക്കാനും അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ തടാകത്തിൻ്റെ കരയിൽ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് താനും. സിറ്റി സെന്ററിൽ നിന്ന് ഏകദേശം 15 മിനിറ്റ് നടക്കാനാണ് ജമൈക്ക ബീച്ചിലേക്ക് കാണിച്ചേക്കുന്നത്. പക്ഷെ നടന്നു വന്നപ്പോഴല്ലേ, കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടക്കാനാണ് ഗൂഗിൾ മാപ്സ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ മരങ്ങളും ചെടികളും നിറഞ്ഞു നിന്നതുകൊണ്ട് അതിനപ്പുറത്തേക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആഷിക്കും ജോസും തമ്മിൽ പറയുന്നുണ്ടായിരുന്നു, ചുരുളിയിലേക്കുള്ള പാലമാണോ ഇനിയിപ്പോൾ അഖിൽ ഓൾറെഡി ചുരുളിയിലെത്തി നിൽക്കുവാണോ എന്നൊക്കെയുള്ള റെഫറൻസ് ഒക്കെ. ഏതായാലും കാടൊക്കെ കടന്ന് അവിടെ ചെന്നത് വർത്തായി. ശരിക്കും ലേക്കിൻ്റെ വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ തുരുത്ത് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടെ അവരെല്ലാവരും ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തു. വെള്ളത്തിന് നല്ല തണുപ്പായതുകൊണ്ടും പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള എഫേർട്ട് എടുക്കേണ്ട കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഞാനും അമ്മയും ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നുകൊണ്ട് അധികം ആൾക്കാരൊന്നും സ്വിം ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ കണ്ട ഒരു ലോക്കലൈറ്റ് ആണ് പറഞ്ഞത്, സാധാരണ ഇന്നിപ്പം വെള്ളം നന്നായിട്ട് കയറി കിടക്കുവാണ്, സാധാരണ ഇവിടെയൊക്കെ ബീച്ചായിട്ട് ഒത്തിരി താഴെ ഇറങ്ങി ബീച്ചായിട്ട് കിടക്കേണ്ട സ്ഥലമാണെന്നുള്ളത്. അങ്ങനെ നീന്തൽ മത്സരങ്ങളൊക്കെ വെച്ച് അവരങ്ങനെ കുളിച്ച് ആർമാദിച്ച് പതുക്കെ കയറി വന്നു. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് അധികം നേരമൊന്നും വെള്ളത്തിൽ കിടക്കാൻ പറ്റുകയില്ലായിരുന്നു. വെള്ളം കൂടുതലായതുകൊണ്ട് ആ വഴിക്ക് ജമൈക്ക ബീച്ചിലേക്ക് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ തിരിച്ച് നടക്കുകയാണ്. ഈ പോകുന്ന വഴിയിൽ കൂടെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റേ CIA ഇല്ലീഗലായിട്ട് ബോർഡറൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു ഫീലാണ് കിട്ടിയത്. അപ്പോൾ വെള്ളത്തിൽ കൂടിയുള്ള പോക്ക് നടക്കാത്തത് കൊണ്ട് ഞങ്ങൾ കരയിലൂടെ അടുത്ത ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ ബീച്ചിലും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് പാവിരിച്ച് കിടക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന പിക്നിക് ബീച്ച് ഷീറ്റൊക്കെ വിരിച്ച് ഞങ്ങളങ്ങ് കിടന്നു. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ജമൈക്ക ബീച്ചിലാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ജമൈക്ക ബീച്ചിന് പ്രത്യേകം പറയണം, വെസ്റ്റ് ഇൻഡീസിലുള്ള ജമൈക്ക തെറ്റിദ്ധരിക്കരുത്. ഇത് ലേക്ക് ഗാർഡയുടെ തീരത്തുള്ള ഇറ്റലിയുള്ള ജമൈക്ക ബീച്ച്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ബീച്ചൊക്കെ താഴോട്ട് ഒത്തിരി ഇറങ്ങി കിടക്കേണ്ടതാണ്. പക്ഷെ വെള്ളം ഇപ്പൊ കൂടുതലാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര തണുപ്പും കൂടുതലാണ് കുളിക്കുമ്പോൾ. പിക്നിക് വൈബാകുമ്പോൾ എന്തെങ്കിലും കുടിക്കാനും ഫുഡും ഒക്കെ വേണമല്ലോ. അപ്പോൾ അത് തപ്പി തൊട്ടടുത്തുള്ള ഒരു ബീച്ച് സൈഡ് ബാറിലേക്കുള്ള പോക്കാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാനുള്ള ഡ്രിങ്ക്സും പിന്നെ 2-3 സ്നാക്സും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ജോസിന് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. അപ്പോൾ ജോസിൻ്റെ മെത്തേഡ് ആക്ടിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടാണ് ഇപ്പം നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഞങ്ങളുടെ കൂടെ ഇവിടെ ഒരു നല്ലൊരു പണിക്കാരനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ട്രേ ഒക്കെ ചുമക്കും, നമ്മുടെ മൊയ്റ്റോ എല്ലാം കൊണ്ട് നടക്കുന്ന. എന്താണ് താങ്കളുടെ പേര്? എൻ്റെ പേര് ഷിനോജാണ്. ഞാൻ ഇറ്റലി വന്നിട്ട് ഇപ്പൊ 5 കൊല്ലം ആയതാ. ജോസിന്റെ ആക്ടിങ്ങിനെ പറ്റി എപ്പോഴും പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിൽ പക്ഷെ ഞാൻ ജോസിൽ അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാഷനോടുള്ള ഈ ഡെഡിക്കേഷൻ. ഇവിടെ ഒരു ജോബ് ഉണ്ടായിട്ടും നാട്ടിൽ പോയി 6 മാസം ലീവ് എടുത്ത് ഈ
ആക്ടിങ്ങിന് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കിയായിരുന്നു. അങ്ങനെ പാഷന് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാൻ നമുക്ക് എത്ര പേർക്ക് പറ്റുന്നുണ്ട്? അങ്ങനെ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെറുതെ കുറേ നേരം സംസാരിച്ചിരുന്ന് ഒത്തിരി സമയം അങ്ങനെ അങ്ങ് പോയി. സ്കാലിഗേറോ കാസലിനോട് ചേർന്നുള്ള 14ാം സെഞ്ചുറിയിൽ നിന്നുള്ള ഒരു ചെറിയൊരു ചർച്ചാണ് ഈ കാണുന്നത്. അമ്മ അരയന്നവും കുഞ്ഞരയന്നവും കൂടി വെള്ളത്തിലിങ്ങനെ ഒഴുകി നടക്കുന്നത്, അസ്തമയ സൂര്യന്റെ കിരണങ്ങളും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആ പ്രോമിനാഡയിലൂടെ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് നടന്നു. ലേക്കിന്റെ തീരത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് പാട്ടുകളൊക്കെ ഉയരുന്നുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഡേ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു വലിയ കാര്യം മിസ്സിംഗ് ആണ്. അതെ, ഞങ്ങൾ ഇതുവരെ ഡിന്നർ കഴിച്ചിട്ടില്ല. അപ്പോൾ സിറ്റി സെൻറ്ററിൽ തന്നെയുള്ള ഒരു പിസ്സ കഴിക്കാൻ പറ്റിയ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കയറി. ഈ കൊട്ടാരത്തിന്റെ രാത്രിയെ സംബന്ധിച്ചുള്ള ഒരു ഐതിഹ്യവും ഇവിടെ നിലവിലുണ്ട്. ഇരുവ രാജകീയ ദമ്പതിമാരായ എബങ്കാർഡോയും അദ്ദേഹത്തിന്റെ ഭാര്യ ആരിസ് എന്നിവരുടെ വീടായിരുന്നു ഈ കൊട്ടാരം. ഒരു ശക്തമായ മഴയുള്ള രാത്രി എലബർട്ടോ എന്ന കുതിരസേനാനി ഇവിടെ അഭയം തേടി വന്നു. ആരിസിന്റെ സൗന്ദര്യത്തിൽ അയാൾ ആകർഷിതനായി. അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ച എലബർട്ടോ അവളെ ആക്രമിക്കുകയും തിരിച്ചു പോരാടിയ ആരിസ് എലബർട്ടോയുടെ കൈകളാൽ കൊല്ലപ്പെടുകയും ചെയ്തു. ആ സമയത്ത് അവിടെ എത്തിയ എബങ്കാർഡോ മരിച്ചു കിടക്കുന്ന ഭാര്യയെ കണ്ട് ആയുധമെടുത്ത് അയാളോട് പ്രതികാരം ചെയ്തു. അതിനുശേഷം എബങ്കാർഡോയുടെ ആത്മാവ് ആരിസിനെ തേടി കോട്ടയുടെ മുറികളിലൂടെ മഴയുള്ള രാത്രികൾ അലഞ്ഞു നടക്കുന്നു എന്നാണ് ഈ ഐതിഹ്യം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇന്ന് സിർമിയോൺ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ഉള്ള കാസിലൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പോയത്. പക്ഷേ കാസിലും ഗ്രോട്ടോയും ഈ ആർക്കിയോളജിക്കൽ സൈറ്റുകളൊക്കെ ഭയങ്കര വെയിലായിരുന്നു. അപ്പം മടുപ്പൊക്കെ കാരണം നമ്മൾ ജസ്റ്റ് അത് ദൂരേന്ന് കണ്ടതേ ഉള്ളൂ. നമ്മൾ അവിടെ അടുത്ത് എൻട്രൻസിലൊന്നും പോയില്ല. പക്ഷെ എല്ലാ റെസ്റ്റോറൻറ്റ്സും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതെ, ഞങ്ങൾ പോകുമ്പോൾ മിസ് ചെയ്യാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതലും സ്ഥലങ്ങൾ കാണുക എന്നുള്ളതിനേക്കാളും എല്ലാവരും കൂടെ കൂടുക. പിന്നെ പോകുന്ന വഴിക്കുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. നമ്മൾ മിസ്സാക്കാത്ത ഹൈവേയിലൊരു മിനിമം ഞങ്ങളൊരു എല്ലാ ഇത് ജോസ് ബേബിക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കുള്ള ഒരു പ്രത്യേക ഒരു അസുഖമാണത്. ഇങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തെ ഒരു വേർഡ് ഏതെങ്കിലും ഒരു വാക്ക് പഠിക്കും, പിന്നെ അത് ഫുൾ ആ ട്രിപ്പ് പറഞ്ഞുകൊണ്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കും. ഇറ്റലി മറ്റേതുകൊണ്ടല്ലോ ഒരു ടാഗ്ലിയേറ്റല്ലേ ടാഗ്ലേറ്റ്